ബലിവേദി തിരുയാഗമായി അണിചേരുമെൻ ജനമേ, അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവാ. അനുതാപമാർന്നണയാ അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ജീവിതത്തിൽ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നത് ഒരു ഭാഗ്യമാണ്. ജീവിതത്തിൽ ആരും നമ്മെ കേട്ടില്ലെങ്കിലും ചിലരൊക്കെ നമ്മെ കേൾക്കാൻ എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് നാം ഒക്കെ വിശ്വസിക്കും. എന്നാൽ ദുർഘടം പിടിച്ച ചില നിമിഷങ്ങളിൽ നാം ഏറ്റവും അധികം പ്രതീക്ഷിച്ച വ്യക്തികൾ പോലും നമ്മെ കേൾക്കാതെയും മനസ്സിലാക്കാതെയും വരും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ കടന്നു പോവുക. താൻ ഏറ്റവും സ്നേഹത്തോടെയും ഏറ്റവും പ്രതീക്ഷയോടെയും കടന്നു വരുന്ന സ്വന്തം ദേശത്ത് യേശുനാഥൻ അംഗീകരിക്കപ്പെടാതെ പോകുന്നു, അവഗണിക്കപ്പെടുന്നു. യേശുനാഥൻ പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലം ചില തിരിച്ചറിവുകളുടെ കാലമാണ്. നമ്മോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ മക്കളും മാതാപിതാക്കളും ജീവിത പങ്കാളിയും നമ്മയാൽ കേൾക്കപ്പെടാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകളാൽ അനുസരിക്കപ്പെടാനും വാക്കുകളുടെ വില മനസ്സിലാക്കാനും അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ബലിയിൽ നാം അണയുമ്പോൾ നമ്മുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരെ ഒരൽപ്പം കൂടി മനസ്സിലാക്കാൻ, അവരെ ഒരൽപ്പം കൂടി കേൾക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും കേൾക്കാനും മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ആത്മാർത്ഥതയോടെ നമുക്ക് മനസ്തപിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിരന്തരമായ കാരുണ്യത്താൽ അങ്ങേ സഭയെ ശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയെ കൂടാതെ സുരക്ഷിതമായി നിലനിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് സഭ അങ്ങേ ശക്തിയാൽ നിരന്തരം ഭരിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. മൂന്നാം വാരം തിങ്കൾ. ഒന്നാം വായന രാജാക്കന്മാരുടെ 4-ാം പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങൾ. സിറിയ രാജാവിൻ്റെ സേനാധിപനായ നാമാൻ തൻ്റെ യജമാനൻ്റെ നോട്ടത്തിൽ ഉന്നതനും ബഹുമാന്യനുമായിരുന്നു. അയാൾ വഴിയാണ് അദ്ദേഹത്തിന് വിജയം സിദ്ധിച്ചത്. ധനവാനും പരാക്രമശാലിയുമായ അയാൾ ഒരു കുഷ്ഠരോഗിയായി തീർന്നു. സിറിയയിൽ നിന്നുള്ള കവർച്ചക്കാർ ഇസ്രായേലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അടിമയായി പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവളാണ് നാമാൻ്റെ ഭാര്യയെ പരിചരിച്ചിരുന്നത്. അവൾ തൻ്റെ സ്വാമിനിയോട് പറഞ്ഞു, സമരിയായിലുള്ള ദീർഘദർശിയുടെ അടുക്കൽ എൻ്റെ യജമാനനൊന്ന് പോയിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം യജമാനൻ്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്തിയേനെ. നാമാൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ആ ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. സിറിയ രാജാവ് കൽപ്പിച്ചു, പോയിക്കൊള്ളുക, ഇസ്രായേൽ രാജാവിന് ഒരു സന്ദേശം തരാം. അദ്ദേഹം ഉടനെ 10 താലന്ത് വെള്ളിയും 6000 സിക്കൽ പൊന്നും 10 പാര് വസ്ത്രവുമെടുത്ത് പുറപ്പെട്ടു. അദ്ദേഹം ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ സന്ദേശം എത്തിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഈ സന്ദേശം കൊണ്ടുവരുന്നത് എൻ്റെ ഭൃത്യൻ നാമാനാണ്. അയാളുടെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുന്നതിനാണ് ഞാൻ അയാളെ അങ്ങോട്ടേക്ക് അയക്കുന്നതെന്ന് ഇത് കിട്ടുമ്പോൾ മനസ്സിലാക്കുമല്ലോ. ഇസ്രായേൽ രാജാവ് ഈ കത്ത് വായിച്ചപ്പോൾ തൻ്റെ വസ്ത്രങ്ങൾ കീറിക്കൊണ്ട് പറഞ്ഞു, അവൻ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുന്നതിന് ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുന്നതിനും ജീവിപ്പിക്കുന്നതിനും കഴിവുള്ള ദൈവമാണോ ഞാൻ? നോക്കണേ, അവൻ എന്നോട് ശണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലേ? ഇസ്രായേൽ രാജാവ് തൻ്റെ വസ്ത്രം കീറിയെന്ന് ദൈവപുരുഷനായ എലിസേബൂസ് കേട്ടു. അദ്ദേഹം രാജാവിൻ്റെ അടുക്കൽ ആളയച്ച് ചോദിച്ചു, താങ്കൾ എന്തിനാണ് വസ്ത്രങ്ങൾ കീറിയത്? അയാൾ എൻ്റെ അടുക്കൽ വരട്ടെ. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അയാൾ അറിയട്ടെ. നാമാൻ തൻ്റെ അശ്വങ്ങളോടും രഥങ്ങളോടും കൂടെ എലിസേബൂസിൻ്റെ പടിക്കലെത്തി. എലിസേബൂസ് ദൂതൻ വഴി അയാളെ അറിയിച്ചു, ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം സ്നാനം ചെയ്യുക. അപ്പോൾ നിന്റെ ശരീരം ശുദ്ധമാകും, നീ സുഖം പ്രാപിക്കുകയും ചെയ്യും. നാമാൻ ക്രൂദ്ധനായി തിരികെ പോന്നു. അയാൾ പറഞ്ഞു, ഞാൻ വിചാരിച്ചു അദ്ദേഹം പുറത്തു വരുമെന്നും എൻ്റെ അടുക്കൽ നിന്ന് ദൈവമായ കർത്താവിൻ്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കുമെന്നും കുഷ്ഠരോഗബാധിതമായ ഭാഗത്ത് സ്പർശിച്ച് എന്നെ സുഖപ്പെടുത്തുമെന്നും ഞാൻ കുളിച്ച് സുഖം പ്രാപിക്കുന്നതിന് ഇസ്രായേലിലെ നദികളേക്കാൾ ഡെമാസ്കസിലെ നദികളായ അബാനയും ഫാർഫാറും കുറെ കൂടി മെച്ചമല്ലയോ? അങ്ങനെ അദ്ദേഹം കോപത്തോടെ മടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു, പിതാവേ, ആ പ്രവാചകൻ അങ്ങയോട് വല്ല വലിയ കാര്യവും ചെയ്യണമെന്ന് കൽപ്പിച്ചിരുന്നെങ്കിൽ അങ്ങ് നിശ്ചയമായും അത് ചെയ്യുമായിരുന്നു. കുളിച്ചാൽ ശുദ്ധമാകും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഉപരിന്യായേന അത് ചെയ്യേണ്ടതായിരുന്നു. ദൈവപുരുഷൻ പറഞ്ഞതനുസരിച്ച് നാമാൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം സ്നാനം ചെയ്തു. അവൻ്റെ ശരീരം ഒരു കുട്ടിയുടേതുപോലെ പൂർവസ്ഥിതി പ്രാപിച്ചു ശുദ്ധമായി തീർന്നു. അനന്തരം അയാൾ പരിവാരസമേതം ആ ദൈവപുരുഷൻ്റെ അടുക്കൽ തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ ഒരിടത്തും വേറെ ദൈവമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവത്തിൻ്റെ മുഖം ദർശിക്കും? എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ മുഖം ദർശിക്കും. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയെ ആഗ്രഹിക്കുന്നു. എൻ്റെ ആത്മാവ്
എൻ്റെ ആത്മാവ് ജീവനുള്ള ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോഴും ദൈവത്തിന്റെ മുഖം ദർശിക്കും. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ പോയി ദൈവത്തിൻ്റെ മുഖം ദർശിക്കും? എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോഴും ദൈവത്തിന്റെ മുഖം ദർശിക്കും. അങ്ങയുടെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നയിക്കട്ടെ. അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിലേക്ക്, ദീപകൂടാരത്തിലേക്കും അവ എന്നെ സമ്മാനയിക്കട്ടെ. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോഴും ദൈവത്തിന്റെ മുഖം ദർശിക്കും. ഞാൻ ദൈവത്തിന്റെ പീഠത്തിലേക്ക് പ്രവേശിക്കും. എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ഞാൻ ചെല്ലും. ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോഴും ദൈവത്തിന്റെ മുഖം ദർശിക്കും. ഉണരുക ദൈവജനമേ, കേൾക്കുക ജീവന്റെ വചനം. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, ആർക്കുവിൻ, ആമോദരായിടുവിൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ലഭിക്കും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ഉണരുക ദൈവജനമേ, കേൾക്കുക ജീവന്റെ വചനം. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, ആർക്കുവിൻ, ആമോദരായിടുവിൻ. ഉണരുക ദൈവജനമേ, കേൾക്കുക ജീവന്റെ വചനം. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, ആർക്കുവിൻ, ആമോദരായിടുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ഒരു പ്രവാചകനും സ്വദേശത്ത് സമാദരിക്കപ്പെടുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഏലിയാസറിൻ്റെ കാലത്ത് 3 കൊല്ലവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും രൂക്ഷമായ ക്ഷാമം നാട്ടിലെങ്ങും വ്യാപിക്കുകയും ചെയ്തു. അക്കാലത്ത് ഇസ്രായേലിൽ ധാരാളം വിധവകളുണ്ടായിരുന്നെങ്കിലും സീദോനിലുള്ള സരപ്തയായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കലേക്ക് ഏലിയാസ് അയക്കപ്പെട്ടില്ല എന്ന സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എലീസേവൂസ് പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സൗഖ്യം പ്രാപിച്ചില്ല. ഇവ കേട്ടപ്പോൾ ജപാലയത്തിലുണ്ടായിരുന്നവരെല്ലാം കോപാക്രാന്തരായി. അവരെഴുന്നേറ്റ് അവിടത്തെ പിടിച്ച് നഗരത്തിന് പുറത്താക്കി തങ്ങളുടെ നഗരം സ്ഥിതി ചെയ്തിരുന്ന മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. എന്നാൽ ഈശോ അവരുടെ മധ്യത്തിലൂടെ കടന്ന് തൻ്റെ വഴിക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്വീകരിക്കൂ നാഥ ഈ കാഴ്ചകൾ, അധ്വാനമാകുമി ഭൂഫലങ്ങൾ.
സുഖദുഃഖ സമ്മിശ്രമാകുമി ജീവിതം സാഗരത്തിൽ അലയുമീ ഞങ്ങൾ ജീവിത ഫലവുമായി നിൻ സവിധേ ജീവിത ഫലവുമായി നിൻ സവിധേ ഒന്നു ചേർന്നർപ്പിക്കും ആദരവായി ഒന്നു ചേർന്നർപ്പിക്കും ആദരവായി സ്വീകരിക്കൂ നാഥ ഈ കാഴ്ചകൾ അധ്വാനമാകുമീ ഭൂഫലങ്ങൾ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെയും അവിടെ തിരുസഭയ്ക്ക് വേണ്ടി നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ ദാസ്യത്തിൻ്റെ കാഴ്ചദ്രവ്യം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അതിനെ അങ്ങ് രക്ഷയുടെ കൂദാശയായി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങളെ അമർത്തുകയും മനസ്സ് ഉയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി മാലാഖമാർ അങ്ങേ പ്രാഭവം വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സെറാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം ആരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക്
സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശയുടെ സ്വീകരണം ഞങ്ങൾക്ക് ശുദ്ധീകരണം നൽകുകയും ഐക്യം തരികയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി.